Hello students, today we are going to start the new unit 4, that is keeping diseases away. ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ് ബയോളജിയിലെ പുതിയ അധ്യായമായ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അകറ്റി നിർത്താം രോഗങ്ങളെ, keeping diseases away. Here in your textbook there is a collage given. Look at that collage. Okay, so here there is a collage given. You look at that collage, observe the collage, read the collage and understand. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ കൊളാഷ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന കൊളാഷ് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കൊളാഷ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ when you observe this collage you can see something. What do you understand from analyzing the news in the collage? ആ കൊളാഷിൽ നൽകിയിരിക്കുന്ന പത്രവാർത്ത വിശകലനം ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇതിനകത്ത് പല കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. എലിപ്പനിയെ പ്രതിരോധിക്കാം, ജാഗ്രതാ നിർദ്ദേശം, പ്രളയബാധിത പ്രദേശങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കാൻ നടപടി, മഴക്കെടുതിക്ക് പിന്നാലെ പകർച്ചവ്യാധികൾ, രോഗപകർച്ച തടയുന്നതിലും കരുത്തുകാട്ടി കേരളം. Prevent rat disease, alert recommended. Measures to ensure drinking water in flood affected areas. Contagious diseases follow flood. Kerala shows its strength in preventing the spread of diseases. Okay, പ്രളയം കഴിഞ്ഞിട്ട് വന്ന പത്ര വാർത്തകൾ കൊണ്ടുള്ള ഒരു കൊളാഷാണിത്. What do you understand from analyzing this news in the collage? എന്താണ് നിങ്ങൾക്ക് ഈ പത്രവാർത്ത വിശകലനം ചെയ്യുന്നപ്പോൾ മനസ്സിലാകുന്നത്? Yes, there was a spread of disease after the terrible flood in 2018. There was a spread of disease after the terrible flood in 2018. 2018 മഹാവിപത്ത് വിതച്ച പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും ശേഷം കേരളത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. അതായത് വെള്ളപ്പൊക്കത്തിന് ശേഷം അല്ലെങ്കിൽ പ്രളയത്തിന് ശേഷം കേരളത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. Okay, there was a spread of disease after the terrible flood, the 2018 flood. Okay, now there is a question: what are the reasons for the spread of disease in such situations? ഒരു ഫ്ലഡ് കഴിഞ്ഞ ഉടനെ ആ സന്ദർഭങ്ങളിൽ വിവിധതരം രോഗങ്ങൾ പടർന്നു പിടിക്കാൻ എന്താണ് കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? What are the reasons for the spread of disease in such situations after a flood? Yes, after the flood, the conditions suitable for the multiplication and transmission of pathogens exist in abundance, because everywhere it is wet, there is water, and the conditions suitable for the multiplication and transmission of pathogens exist in abundance, and this may cause the spread of various communicable diseases. Okay, so the conditions are very good for the multiplication and transmission of pathogens, and most of the pathogens are microorganisms. Okay, മനസ്സിലായല്ലോ? ഈ ഇത്തരം സന്ദർഭങ്ങളിൽ വിവിധതരം രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? രോഗകാരികൾ പെരുകാനും പകരാനുമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് വിവിധ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനിടയാക്കും. മനസ്സിലായില്ലയോ? വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതും വെള്ളം നനഞ്ഞും ഒക്കെ കിടക്കുന്ന ആ ചുറ്റുപാട് രോഗകാരികൾ പെരുകാനും പകരാനുമുള്ള സാഹചര്യങ്ങളെ നിലനിർത്തുന്നു. മനസ്സിലായില്ലയോ? അത് കാരണം വിവിധ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇടയാകുന്നു. രോഗകാരികളിൽ കൂടുതലും സൂക്ഷ്മജീവികളാണ്. ഓക്കെ, സോ യു അണ്ടർസ്റ്റുഡ് ആഫ്റ്റർ അനലൈസിംഗ് ദിസ് കൊളാഷ്, യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, what do you understand? What causes the spread of disease? In that,
it was mentioned that there is a spread of disease, spread of communicable diseases. ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ നിങ്ങൾ അനലൈസ് ചെയ്തു. അതിന് അനുകൂലമായ സാഹചര്യം ആ സമയത്ത് അവിടെ നിലനിൽക്കുന്നു, ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ കാരണം. ഓക്കെ, അതുകൊണ്ടാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചത്. That is the reason that caused the spread of communicable diseases after the flood. Okay. Now we have mentioned that most of the pathogens are microorganisms. Okay. So there are microorganisms that are useful to us, neither useful nor harmful to us, and that are harmful to us. നമ്മൾ ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ട് സൂക്ഷ്മജീവികൾ, നമ്മുടെ ശരീരത്തുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ വസ്ത്രങ്ങളിലുണ്ട്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ട് സൂക്ഷ്മജീവികൾ. പക്ഷേ ഇവ എല്ലാം നമുക്ക് ഉപദ്രവകാരികളല്ല. നമുക്ക് ഉപകാരികളായവയുണ്ട്. There are microorganisms that are useful to us. നമുക്കൊരു ഉപദ്രവം ചെയ്യാത്തവയുമുണ്ട്. ഒരു ഉപദ്രവം ചെയ്തില്ല, neither useful, ഉപകാരം ചെയ്തില്ല, ഉപദ്രവം ചെയ്തില്ല, neither useful nor harmful. There are microorganisms, and there are microorganisms that are harmful to us. നമുക്ക് ഉപദ്രവകാരികളായവയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉപകാരമുള്ളവയുണ്ട്, ഉപകാരമില്ലാത്തവയുണ്ട്, ഉപദ്രവകാരികളായവയുണ്ട്, നമ്മളെ ഒന്നും അഫക്റ്റ് ചെയ്യാത്തവയുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഏതൊക്കെ തരമാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് നോക്കാം. Let us see what are the different types of pathogens or microorganisms. Okay, what are the different types of pathogenic microorganisms? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. Okay, bacteria, virus, protozoa, fungi. ബാക്ടീരിയ ഉണ്ട്, വൈറസുകളുണ്ട്, പ്രോട്ടോസോവകളുണ്ട്, പൂപ്പലുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുണ്ട്. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗൈ. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ രോഗകാരികളായ സൂക്ഷ്മജീവികളും അവ പരത്തുന്ന രോഗങ്ങളുമാണ് പഠിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് യൂണിറ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ pathogenic microorganisms and the diseases that are spread or caused by those organisms. Okay, let's see one by one. Okay, before that, here there is a flowchart, there is an illustration given. Okay, ഇവിടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. That shows the mode of transmission of diseases. രോഗങ്ങൾ പകരുന്ന വിധമാണ് ഈ ചിത്രീകരണത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. Okay, the mode of transmission of diseases. See here, through contact. രണ്ടുപേരും തമ്മിൽ ഹസ്തദാനം ചെയ്താൽ രോഗകാരികളായ പാത്തജൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. Contaminated food and water. Okay, then cough, sneeze, unsterilized equipments, especially medical equipments, vectors, certain organisms that spread, okay, these disease causing microbes, cloth. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ സ്പർശനത്തിലൂടെ മലിനമായ ആഹാരവും ജലവും ഭക്ഷിക്കുന്നതിലൂടെയും നമ്മൾ കുടിക്കുന്നതിലൂടെയും രോഗമുള്ളവർ ചുമ, തുമ്മൽ എന്നിവ നടത്തുന്നതിലൂടെ അവരുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും രോഗാണുക്കൾ വായുവിൽ പകരുകയും അത് രോഗമില്ലാത്ത ആൾ ശ്വസിക്കാൻ ഇടവരുകയും ചെയ്താൽ അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പിന്നീടോ വാഹകരായ ജന്തുക്കൾ ഈ രോഗകാരികളെ വഹിച്ചു ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും അവയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഈ രോഗമുണ്ടാകുകയും വസ്ത്രത്തിലൂടെയൊക്കെ നമുക്ക് രോഗങ്ങൾ പകരാം. ഇപ്പോൾ നമ്മൾ വളരെ അതികഠിനമായ പ്രയാസമേറിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ശാരീരിക അകലം പാലിച്ച്, സാമൂഹിക അകലം പാലിച്ച്, പിന്നെയോ കൈയും
ഒക്കെ സാനിറ്റൈസ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. അതും ഒരു സൂക്ഷ്മജീവിയാണ്, ഒരു വൈറസാണ്. ഓക്കെ ഓക്കെ നൗ ഈ ചിത്രം നോക്കൂ. ഇതൊരു ജലം കെട്ടിക്കിടക്കുന്ന ഒരു സ്രോതസ്സാണ്. Here you can see there is stagnant water and you can see a rat. Okay, so there is chance that the excreta or the urine of the rat can be in contact with this stagnant water, and people can be in contact with this water too. See here, during the flood season, കണ്ടില്ലേ പ്രളയകാലത്ത് ആൾക്കാർ ഈ ജലത്തിൽ എന്തെല്ലാം മലിന വസ്തുക്കൾ കാണും, എന്തെല്ലാം രോഗാണുക്കൾ കാണും. അവയിലൂടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങൾ സഞ്ചരിക്കുന്നു. ഇതൊക്കെ രോഗം പകരാനുള്ള സംഗതികളാണ്, കാരണങ്ങളാണ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ബാക്ടീരിയൽ ഡിസീസിലേക്ക് പോകണം. We are going to see what the bacterial diseases. The first one is Leptospirosis. That is also called rat fever. Okay, the first bacterial disease that we are going to learn is Leptospirosis. So Leptospirosis is a bacterial disease. It is also commonly called rat fever. Okay, നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് എലിപ്പനിയാണ്. ഓക്കെ, അതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഓക്കെ, എലിപ്പനി അതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് the causative organism of rat fever or leptospirosis is a bacteria by name Leptospira. എലിപ്പനിയുടെ രോഗകാരിയായ ജീവി ഒരു ബാക്ടീരിയയാണ്. അതിൻ്റെ പേര് ലെപ്റ്റോസ്പൈറ എന്നാണ്. ഓക്കെ, അപ്പോൾ എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്. The causative organism is a bacteria called Leptospira. Okay, രോഗകാരി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. Okay, let's see the mode of transmission. അത് പകരുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. Through wound that comes in contact with water which is contaminated with the urine of rats, dogs and other animals. Okay, ശ്രദ്ധിച്ചോണം. അത് പകരുന്ന വിധം എങ്ങനെയാണ്? ശരീരത്തിലെ മുറിവ്, ഓക്കെ, എലി, നായ്ക്കൾ, മറ്റു ജന്തുക്കൾ എന്നിവയുടെ മൂത്രത്തിലൂടെ മലിനമായ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ സ്പർശിക്കുന്നതിലൂടെ. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ്, ഒരു പോറലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ എലി, നായ്ക്കൾ, മറ്റ് ജന്തുക്കൾ എന്നിവയുടെ മൂത്രത്തിലൂടെ മലിനമായ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ ആ മുറിവ് സ്പർശിച്ചാൽ ആ മലിനജലത്തിൽ ആ ജന്തുക്കളുടെ മൂത്രത്തിലൂടെ എത്തിയ രോഗാണു ഈ മുറിവിലൂടെ ശരീരത്തിൽ കയറും. Okay, the mode of transmission is through wound that comes in contact with water which is contaminated with the urine of rats, dogs and other animals. Okay, so now you know the name of the disease, the causative organism, name of that particular organism. Okay, then the mode of transmission. നിങ്ങൾക്ക് എലിപ്പനി, അതാണ് നമുക്ക് പഠിക്കുന്ന ഈ ആദ്യത്തെ ബാക്ടീരിയൽ രോഗത്തിൻ്റെ പേര്. അത് രോഗകാരി ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. അത് രോഗം പകരുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചു. Now let's see what are the symptoms. ഈ രോഗത്തിൻ്റെ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ റാറ്റ് ഫീവർ അല്ലെങ്കിൽ എലിപ്പനി എന്ന ഈ രോഗത്തിൻ്റെ സിംറ്റംസ്. ഓക്കെ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവ നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Damage to blood capillaries which cause internal bleeding. Okay, damage to blood capillaries, നമ്മുടെ ശരീരത്തിലുള്ള രക്തലോമികകളിൽ തകരാറുണ്ടാക്കുന്നു. അങ്ങനെ എന്തുണ്ടാക്കുന്നു? ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം രക്തലോമികകളിൽ തകരാറുണ്ടാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുന്നു. That means damage the blood capillaries which cause internal bleeding. Then severe fever, headache, muscle pain and redness of eyes. What are the symptoms?
damage to blood capillaries which cause internal bleeding, severe fever, headache, muscle pain and redness of the eyes. എന്തൊക്കെയാണ്? ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, രക്തലോമികകളിൽ തകരാറുണ്ടാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുന്നു, ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഓക്കെ, അപ്പം ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മൾ മനസ്സിലായി, അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലായി. ഓക്കെ, രക്തലോമികളിൽ തകരാറുണ്ടാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുന്നു, ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, damage to blood capillaries which cause internal bleeding, severe fever, headache, muscle pain and redness of eyes. See, ലെപ്റ്റോസ്പൈറോസിസ് എങ്ങനെ പകരുന്ന ഒരു വിധം ഒരു ചിത്രീകരണത്തിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഇത് ബാധിച്ച എലിയാണ്. ഇനി റോഡൻസ്, എലി തന്നെ ആവണമെന്നില്ല. ഓക്കെ, മറ്റ് ഇതിൽ നിന്നും പകരുന്ന മറ്റു മൃഗങ്ങളും ഉണ്ടാകാം. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എലിയിൽ നിന്നും അവയുടെ യൂറിനിലൂടെ അവിടെ ഇത് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ജലാശയങ്ങൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ ഈ സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളം, അവ ഇവയുടെ മൂത്രത്തിലൂടെ മലിനമാകുന്നു. മനസ്സിലായില്ലയോ? അവയ്ക്ക് ബാക്ടീരിയ ഉണ്ട്, ലെപ്റ്റോസ്പൈറ. അവ മറ്റ് ഫ്രഷ് ആയിട്ടുള്ള മറ്റ് എലികളിലേക്ക് പകരാം, അല്ലെങ്കിൽ ഇവയിൽ നിന്നും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാം, അല്ലെങ്കിലോ ഇവയുടെ യൂറിനിൽ നിന്ന് നേരിട്ട് മനുഷ്യനിലേക്ക്. മനസ്സിലായില്ലേ? അവയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ എലി, വീട്ടിലൊക്കെ എലി വരികയും എലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ, അല്ലെങ്കിലോ ഇവയുടെ മൂത്രത്താൽ കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട ജലത്തിൽ സമ്പർക്കം ഉണ്ടായാൽ മനുഷ്യന് അതിലൂടെ ഉണ്ടാകാം. ഓക്കെ, ഹൗ exposing open wounds to contaminated water or soil that is contaminated with the bacteria. Okay, ഈ എലിയുടെ മൂത്രത്തിലൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മണ്ണിലോ അല്ലെങ്കിൽ ജലത്തിലോ സ്റ്റാഗ്നന്റ് വാട്ടറിലൂടെ ഈ വൂണ്ട് എക്സ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് കോണ്ടാക്ട് ചെയ്താൽ അതിലൂടെ ആണ് ബാക്ടീരിയ അകത്ത് കയറുന്നത്. അല്ലെങ്കിലോ splashing contaminated water or urine into the eyes, ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ കൊണ്ട് മുഖം കഴുകുകയോ മുഖം തുടയ്ക്കുകയോ ഒക്കെ ചെയ്താൽ, നമ്മൾ ചിലപ്പോൾ ഒരു ജലാശയത്തിൽ പോയിട്ട് അവിടുന്ന് വെള്ളം എടുത്ത് മുഖം കഴുകുന്നു, അങ്ങനെ ചെയ്താൽ ആ ജലം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതുവഴി നമുക്ക് മനസ്സിലായില്ല. അപ്പം മുറിവിലൂടെ കയറാം, മ്യൂക്കോസ, സർഫസ് മ്യൂക്കോസ. ഓക്കെ, ശ്ലേഷ്മ ആവരണമില്ല നമ്മുടെ ശരീരത്തിലെ കണ്ണില്, വായില്, മനസ്സിലായില്ലയോ ഒക്കെ ഉള്ള ശ്ലേഷ്മ ആവരണത്തിലൂടെ, മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽസ്. ഓക്കെ, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ആ ആവരണത്തിലൂടെ, ശരീര ആവരണത്തിലൂടെ അത് പെട്ടെന്ന് അകത്ത് കയറും, അല്ലെങ്കിൽ മുറിവിലൂടെ. മറ്റ് നമ്മുടെ എക്സ്പോസ് ആവാത്ത നമ്മുടെ ശരീര ത്വക്കിലൂടെ കയറാൻ പാടാണ്, മുറിവിലൂടെ കയറാം. പിന്നീടോ ഈ മ്യൂക്കസ് മെംബ്രെയിനിലൂടെ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്തപ്പെട്ട വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കണ്ണു മുഖമൊക്കെ കഴുകിയാൽ, വായൊക്കെ കഴുകിയാൽ അതിലൂടെയും കയറാം. ഓക്കെ, സിംറ്റംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഫീവർ, ചിൽസ്, ഹെഡേക്ക്, മസിൽ ഏക്ക്, വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, ജോണ്ടിസ്, സ്കിൻ റാഷ്, അതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ചിത്രീകരണം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ലെപ്റ്റോസ്പൈറോസിസ് പകരുന്ന വിധം. ഹൗ ക്യാൻ വി പ്രിവെന്റ് ദാറ്റ്? നിങ്ങൾക്കറിയാം അത് എങ്ങനെ പകരുന്നത് എന്ന് നിങ്ങൾക്കറിഞ്ഞാൽ, ഇഫ് യു നോ ഹൗ ഇറ്റ് ഈസ് സ്പ്രെഡ്, ഓക്കെ, ഓർ വാട്ട് കോസസ് ഇറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, you can avoid it, you can prevent it. Okay, so prevention, how? By avoiding water to get stagnated. കണ്ടില്ലേ, വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലി ഒക്കെ വന്ന്, മനസ്സിലായില്ലേ, കണ്ടാമിനേറ്റ് ചെയ്യും. അതിൻ്റെ യൂറിനിലൂടെയൊക്കെ ഇത് കണ്ടാമിനേറ്റഡ് ആവും. By keeping the surroundings clean so that rats, dogs and other animals are not attracted. ഇനി വെള്ളം കെട്ടിക്കിടന്നാൽ അവിടത്തേക്ക് ഈ ജീവികളും റോഡൻസും ഒക്കെ അട്രാക്ട് ചെയ്യപ്പെടും, വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അവ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അവയുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ വിസർജ്യം കൊണ്ട് ദിസ് വാട്ടർ ക്യാൻ ഗെറ്റ് കണ്ടാമിനേറ്റഡ്. You got it? So by avoiding this we can prevent. See how it is? പ്രതിരോധ മാർഗം എന്തൊക്കെയാണ്? വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക,
എലി, നായി തുടങ്ങിയ ജന്തുക്കളെ ആകർഷിക്കുന്ന തരത്തിൽ ചുറ്റുപാടുകൾ വൃത്തികേടായി ഇടാതിരിക്കുക. മനസ്സിലായില്ലയോ? അപ്പം വെള്ളം കെട്ടിക്കിടക്കരുത്, ഇവയൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ ഇവയ്ക്ക് ആഹാരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കൂട്ടിയിടാതിരിക്കുക. മനസ്സിലായില്ലേ? മലിനകരമായിട്ടുള്ള ചുറ്റുപാടുണ്ടാകാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ നമ്മൾ തടഞ്ഞാൽ എന്ത് ചെയ്യാൻ നമുക്ക് ഈ എലിപ്പനിയെ പ്രതിരോധിക്കാം. Okay, we can prevent the spread of leptospirosis by avoiding water to get stagnated, by keeping the surrounding clean so that rats, dogs and other animals are not attracted. Okay, പ്രതിരോധ മാർഗം എന്താണ്? വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, എലി, നായി തുടങ്ങിയ ജന്തുക്കളെ ആകർഷിക്കുന്ന തരത്തിൽ ചുറ്റുപാടുകൾ വൃത്തികേടായി ഇടാതിരിക്കുക. Okay, so we have seen the first bacterial disease, that is leptospirosis. Then we know what is the commonly called name for leptospirosis. Okay, the common popular name, rat fever. And the group of organisms that causes, that is bacteria, name the specific bacteria that causes it, that is called leptospira. And mode of transmission, through wounds that comes in contact with water which is contaminated with the urine of rats, ducks and other animals that are infected. Okay, symptoms: damage of blood capillaries which cause internal bleeding, severe fever, headache, muscle pain and redness of the eyes. Then this is the diagram, picturization of how the rat fever is spread. Then we have seen the prevention by avoiding water to get stagnated and by keeping the surroundings clean so that rats, dogs and other animals are not attracted. അപ്പം എലിപ്പനിയുടെ രോഗകാരിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. അതിൻ്റെ രോഗകാരിയായ സൂക്ഷ്മജീവികൾ എന്ന ബാക്ടീരിയയാണ്. അവയിൽ തന്നെ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. അത് പകരുന്ന വിധം നമ്മൾ പഠിച്ചു. ശരീരത്തിലെ മുറിവിലൂടെയാണ്. എലി, നായ്ക്കൾ, മറ്റ് ജന്തുക്കൾ എന്നിവയുടെ മൂത്രത്തിലൂടെ മലിനമായി കെട്ടുകിടക്കുന്ന ജലത്തിൽ സ്പർശിക്കുന്നതിലൂടെയാണ്. അതെങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, രക്തലോമികൾ തകരാറുണ്ടാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുന്നു. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം എന്നിവയാണ് ലക്ഷണങ്ങൾ. പ്രതിരോധ മാർഗം: വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, എലി, നായി തുടങ്ങിയ ജന്തുക്കളെ ആകർഷിക്കുന്ന തരത്തിൽ ചുറ്റുപാടുകൾ ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വൃത്തികേടായി ഇടാതിരിക്കുക എന്നുള്ളവയാണ്. ഓക്കെ, അപ്പോൾ എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ലെപ്റ്റോസ്പൈറോസിസ് ഓർ റാറ്റ് ഫീവർ. ഓക്കെ, പുസ്തകം നല്ലതുപോലെ വായിക്കുക, മനസ്സിലാക്കുക, പല പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ.